എല്ലാവരും എന്നെടുക്കുവാണോ? എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ്. രാവിലെ ഇന്ന് ഞാൻ വെളുപ്പിനെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ്. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് നമ്മളിവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇന്ന് ഉത്സവം തുടങ്ങുമായിരുന്നു. ഞാനും ഗായത്രിയമ്മയും കൂടി രാവിലെ 4:30 ആയപ്പോൾ അമ്പലത്തിൽ പോയി നിർമ്മാലയൊക്കെ തൊഴുതു. ഭഗവാനോട് പറഞ്ഞു ഇനിയും വൈകിട്ടും പോകണം. വൈകിട്ട് കോമഡി പരിപാടിയൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോകണം. അതേ കേശുക്കുഞ്ഞ് അത് കാരണം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതിന് പിണങ്ങിയിരിക്കും, അവനെ കൊണ്ടുപോയില്ല. എന്നെ നെറ്റിയെ ചന്ദനം കണ്ടപ്പോൾ എന്താ എവിടുന്നാ എന്താന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. പൊന്നെ വൈകിട്ട് കൊണ്ടുപോവാം. കൊണ്ടുപോവാം. അതൊക്കെ വായി വെക്കാം. ഇന്നാണ് വല്ലാരും വഴക്ക് പറഞ്ഞത് കേട്ടില്ലേ? അന്നേരം രാവിലെ അതുകൊണ്ട് രാവിലെ പരിപാടിയൊക്കെ നേരത്തെ, എൻ്റെ പണിയെല്ലാം നേരത്തെ കഴിഞ്ഞു. വിട്ടേ കള ഒന്നും എടുക്കണ്ട, പോ. ഈ കേശു എന്നെ വഴക്ക് പിടിപ്പിക്കുന്ന എല്ലാവരെയും കൊണ്ടു. രാവിലെ അതുകൊണ്ട് ഇന്ന് പരിപാടിയെല്ലാം നേരത്തെ കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി, മുട്ടക്കറി വെച്ചു. അവന് ഉച്ചക്കത്തേന് പിന്നെ കുറേ കറിയൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കറിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നിങ്ങളൊക്കെ രാവിലെ എന്നൊക്കെ കഴിച്ചു? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? ചിറ്റയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും കുറവായിട്ടില്ല, അവർ ആശുപത്രി തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ഇനി കുറച്ച് ദിവസം ചിറ്റ വരത്തില്ല ഇങ്ങോട്ട്. പിന്നെ വേറെ എന്നാ, കേശുവിൻ്റെ സ്വഭാവം കണ്ടോ? ഇതാ കേശു ഒരു സാധനം ഒരിടത്ത് വെക്കാം, അവന് ഒരു കളിപ്പാടം മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിലൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് വായി വെച്ചാൽ കുഴപ്പമില്ലാത്തതാന്ന് പറഞ്ഞു, അതുകൊണ്ട് അത്ര മേടിച്ചത്. പിന്നെ എന്താണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ? രാവിലെ എന്തൊക്കെയാണോ കാര്യങ്ങളെല്ലാം പറയണം. അതുകൊണ്ട് രാവിലെ നമുക്ക് കാപ്പ് കുടിക്കാം. അതുകൊണ്ട് ഒഴിവായോ ചപ്പാത്തി കഴിക്കാം.